കണ്ട വീഡിയോയിലും നിങ്ങൾ കണ്ട റീൽസിലും ഒക്കെ പറയുന്ന പോലെ 15% റിട്ടേൺ തരും, ഇത്ര നാൾ കഴിയുമ്പോൾ ഇത്ര കിട്ടും, ഇങ്ങനെയുള്ള കുറേയധികം വാഗ്ദാന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ശരിയെന്ന് ധരിച്ച് ആരംഭിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ആർക്കും തന്നെയും ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഡേറ്റ കാണിക്കുന്നത്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വരുമാനം വരാത്തൊരു മാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമല്ലേ, ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ബ്രേക്ക് ആവുന്നു, നിങ്ങളുടെ ഗ്രോത്തും ബ്രേക്ക് ആവുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആരംഭിക്കണം എന്ന് കരുതി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻ വേണ്ടിയാണ് ഈ ചെക്ക് ലിസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ആരംഭിക്കാൻ പാടില്ല. ഇത് ഞാൻ തുറന്നു പറയാനുള്ള യാഥാർത്ഥ്യം പലരുടെയും ഒരു സൈക്കോളജി, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ സൈക്കോളജി കണ്ട് ശീലിച്ചു, ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് SIP ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാതെ പോകരുത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാൻ പാടുള്ളൂ. എന്റെ പേര് ധനേഷ് മുരളി. ഗ്രോവൽ എന്ന സ്ഥാപനം നടത്തി വരുന്നു. ഏറ്റവും കൂടുതൽ പ്രവാസികളെ സഹായിക്കുക, ഓരോ പ്രവാസിയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു നല്ല ഫണ്ട് അവരുടെ കയ്യിൽ ഉണ്ടാവണം, അതുമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഗ്രോവൽ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും വേണ്ട ചെക്ക് ലിസ്റ്റുകൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാതെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഗ്രോ ആവില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. നമ്പർ 1, നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടാവണം. എമർജൻസി ഫണ്ട് അതെന്താ എന്ന് അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വരുമാനം വരാത്തൊരു മാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമല്ലേ, ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അന്നേരം നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണം. ഒരു 3 മാസമെങ്കിലും നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള എമർജൻസി ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങളൊരു 50,000 റുപ്പീസിന്റെ വരുമാനമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം രൂപ മാറ്റി ഒരു അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആരംഭിച്ചാൽ മതി. അപ്പോൾ ചെക്ക് ലിസ്റ്റ് 1 നിങ്ങൾ ടിക്ക് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ബേസിക് നോളജ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കണ്ട വീഡിയോയിലും നിങ്ങൾ കണ്ട റീൽസിലും ഒക്കെ പറയുന്ന പോലെ 15% റിട്ടേൺ തരും, ഇത്ര നാൾ കഴിയുമ്പോൾ ഇത്ര കിട്ടും, ഇങ്ങനെയുള്ള കുറേയധികം വാഗ്ദാന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ശരിയെന്ന് ധരിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കരുത്. 15 മാത്രമല്ല, 20% റിട്ടേണും 30% റിട്ടേണും 40% റിട്ടേൺ കിട്ടിയ ഫണ്ടുകളുണ്ട്. പക്ഷേ എല്ലാ ഫണ്ടും അത് തരില്ല. ഓരോ ഫണ്ടുകൾക്കും ഫണ്ടിൻ്റെതായ സ്വഭാവമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും മുമ്പ് നിങ്ങളുടെ ഹോറിസോണും നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും ചെക്ക് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാൻ പാടുള്ളൂ. എല്ലാ വർഷവും മ്യൂച്വൽ ഫണ്ട് 12% to 15% റിട്ടേൺ കൊടുക്കുന്ന ഒരു സ്ഥലമേ അല്ല. അങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ട് വരരുത്. പലരും വിചാരിക്കുന്നത് ബാങ്കിൽ 6% കിട്ടും, പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ 12% കിട്ടും. അങ്ങനെ കിട്ടില്ല. കിട്ടുന്ന വർഷമുണ്ട്, കിട്ടാത്ത വർഷവുമുണ്ട്. ചില വർഷങ്ങളിൽ 20% റിട്ടേൺ ആയിരിക്കും, ചില വർഷങ്ങളിൽ 5% ആയിരിക്കും, ചില വർഷങ്ങളിൽ നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പ്രവർത്തിക്കുക. ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഈ കേട്ടതൊക്കെ സത്യമാണ്. 12 to 15% കിട്ടും, പക്ഷെ മിനിമം ഒരു 5 ഇയറിലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹോറിസോൺ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ മനസ്സിലായല്ലോ, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്തോളൂ. മൂന്നാമത്തെ കാര്യം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്കുണ്ടോ? ഞാനത് ചോദിക്കാനുള്ള കാരണം, നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കോ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു 3-4 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഇതെടുത്തിട്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കേണ്ടി വരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ബ്രേക്ക് ആവുന്നു, നിങ്ങളുടെ ഗ്രോത്തും ബ്രേക്ക് ആവുന്നു. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ജോയിൻ ചെയ്തതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ട് 2, മ്യൂച്വൽ ഫണ്ടിന്റെ ബേസിക് നോളജ് 3, ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് 3ഉം ഉണ്ടായിരിക്കണം. ഇനി എന്ത് വേണമെന്ന് അറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ പോയിന്റ്, ക്ഷമ എന്നുള്ള കാര്യം നിർബന്ധമാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറയുന്ന റിട്ടേൺസ് കിട്ടും, എൻ്റെ ഫണ്ട് ഗ്രോത്ത് ഇല്ലല്ലോ, എൻ്റെ ഫണ്ട് നെഗറ്റീവ് ആണല്ലോ എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ ഫണ്ട് ഗ്രോ ആവും, പക്ഷെ അതിന് സമയമെടുക്കും. 5ാമത്തെ പോയിന്റ് ഇതാ പിടിച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ ആരുടെയും സഹായമില്ലാതെ എന്നെയും കൊണ്ട് പറ്റും, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്ക് കുറച്ച് പ്രോഫിറ്റിന് ലാഭം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ആരുടെയും അഡ്വൈസ് സ്വീകരിക്കാതെ ഒറ്റയ്ക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. നിങ്ങൾക്ക് കഴിവ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും നിങ്ങളുടെ ഗോളും അനുസരിച്ചിട്ട് ഒരു ഗോൾ ബേസ്ഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് പറയുന്ന പോലെ ഏറ്റവും മികച്ച കുറേ ഫണ്ടുകളുടെ ലിസ്റ്റ് അവിടെ കാണും, ഏറ്റവും മികച്ച റിട്ടേൺസും കാണും. ഇത്
കണ്ടിട്ട് ദയവ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ആർക്കും തന്നെയും ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഡേറ്റ കാണിക്കുന്നത്. മാർക്കറ്റ് ഒന്ന് വോൾട്ടൈൽ ആകുമ്പോൾ ഏകദേശം 50% ആൾക്കാർ SIP സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിൽ 50% തന്നെ ഏറ്റവും കൂടുതൽ ശതമാനം ആളുകളും സ്വന്തമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകളാണ്. അവർക്ക് ഒരു ഡൗട്ട് ചോദിക്കാനോ ഒരു ഗൈഡൻസിനോ ഒരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ദയവ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാൻ പാടുള്ളൂ. താങ്ക് യു.